ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ പഴം എടുക്കാം. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നില്ല. ഒരു സാധാ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്നീട് നിരത്തി കൊടുത്താൽ മതി. ആ ഒരു രീതിയിലും ചെയ്യാട്ടോ. പിന്നീട് ഞാൻ പറയാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. 2 പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലൈസ് ചെയ്തെടുക്കുന്ന കാര്യമാണ് കേട്ടോ നേരത്തെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ ഇതുപോലെ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ 3 മുട്ട നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഏലക്ക ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊന്ന് തിക്കായിട്ട് അധികം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അത്ര മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടെ കട്ടിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല, ഓപ്ഷനലാണ്. ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല ലൂസായിട്ടുള്ള മാവല്ല, തിക്കായിട്ടുള്ള മാവ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ളൊരു പണ്ടം റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 10-12 അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളോടെ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 10-12 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം, കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണക്കമുന്തിരിയും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 8-10 എണ്ണം എടുത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും ചെറുതായിട്ട് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഴം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ രീതിയിലൊന്ന് കളറ് മാറി വന്നാൽ മതി, അല്ലാതെ അങ്ങനെ മുരിച്ചെടുക്കണ്ട. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ ചൂടായി വരുമ്പോഴേക്കും നെയ്യ് ചേർത്ത് കൊടുക്കാം, 1-2 ടീസ്പൂണ്. എന്നിട്ടിത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂട്ടി കൊടുക്കാം. നല്ല പണ്ടം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ തേങ്ങ എടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി. ഇതിപ്പോൾ ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിന് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 4 ടേബിൾ സ്പൂൺ 1/4 കപ്പാണ്. ഇനി ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് ഈ ഒരു പണ്ടത്തിൽ തേങ്ങയിലൊക്കെ നല്ലോണം പിടിച്ച് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു പഴം കൂട്ട് റോസ്റ്റ് ചെയ്തെടുത്തത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന പണ്ടം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്.
ഇനി വീണ്ടും ഒരു പാൻ ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഇതുപോലെ ഒരു തവി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ഇതുപോലെ ഒഴിച്ച് ദോശ പോലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ പരത്തി കൊടുത്ത ശേഷം എന്തായാലും ഫ്ലെയിം കൂട്ടരുത്, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമ്മളിത് നല്ലോണം കുക്കാകുന്നതിന് മുന്നേ തന്നെ പകുതി ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പണ്ടം ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, നിറച്ചങ്ങനെ ഇട്ട് കൊടുക്കണമെന്നില്ല. പകുതി ഭാഗത്ത് ഇതുപോലെ കുറേശ്ശെ വെതറി കൊടുക്കുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് മടക്കി കൊടുക്കുക. ഇങ്ങേ അറ്റത്ത് ഇതുപോലെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പകുതി ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു അറ്റത്തൊക്കെ നല്ലോണം ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്ത ശേഷം ഇനി നമ്മൾ ഈ ഒരു ബാക്കി ഭാഗത്തേക്ക് ഇതുപോലെ മാവ്, ഈ ഒരു ദോശയുടെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം ഇതുപോലെ കവറാകുന്ന രീതിയിൽ തന്നെ മാവ് ഇട്ട് കൊടുക്കുക. ദോശക്കും കൂടെ ഒരു കുറച്ച് ഭാഗം ഇതുപോലെ മാവ് ഇട്ട് കൊടുക്കണം, ഞാൻ ചെയ്ത പോലെ. ഇനി ഇതും ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നല്ലോണം കുക്കാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിലോട്ട് ഈ ഒരു പകുതി ഭാഗത്തോട്ട് നേരത്തെ ചെയ്ത പോലെ ഈ ഒരു പണ്ടം ഇട്ട് വെതറി കൊടുക്കുക. ഇങ്ങനെ കുറേശ്ശെയായിട്ട് വെതറി കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ പഴം ചേർക്കാതെ മുട്ട ചേർത്തിട്ടും പണ്ടം ഉണ്ടാക്കി ചെയ്യാറുണ്ട്. ഇനി നമ്മൾ മറ്റേ അറ്റത്തുനിന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുന്നത്. നമ്മൾ പണ്ടം വെച്ച ഭാഗമല്ല, മറ്റേ അറ്റത്തുനിന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ മാവ് ബാക്കി ഭാഗത്തോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ദോശയുടെ മുകളിലായിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കി വെച്ച പണ്ടം അതുപോലെ ഈ ഒരു മാവൊക്കെ തീരുന്നവരെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ലെയർ കൂടുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സാവധാനം വേണം മടക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ബുദ്ധിമുട്ടില്ല കേട്ടോ, ഒന്ന് സാവധാനം മടക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ചെയ്തെടുക്കുക. അപ്പോൾ കുറേ ലെയറാകുന്ന നേരത്തൊക്കെ ഇതുപോലെ ഒന്ന് നടുക്കൊക്കെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് ലെവലായി കിട്ടും. അല്ലെങ്കിൽ നടുക്ക് മാത്രം കുറച്ച് അങ്ങനെ പൊങ്ങി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് ലെവലായി കിട്ടും. അപ്പോൾ മൊത്തത്തിൽ നമ്മളെടുത്ത് വെച്ച പണ്ടം അതുപോലെ മാവ് ഒക്കെ ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മാവ് ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അറ്റത്തൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് അറ്റത്ത് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ സൈഡൊക്കെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങേ അറ്റത്ത് മാത്രമായിട്ട് ഒന്ന് കവറാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പാനിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അതിലോട്ട് നല്ലോണം അടുപ്പിച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട്. അതുപോലെ കുറച്ച് കട്ടിയുള്ള മാവാണെങ്കിൽ എന്തായാലും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിൽക്കും. ഇതിപ്പോൾ അത്ര കട്ടിയുള്ള മാവല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അറ്റത്ത് വെച്ചിട്ട് വേണം നമ്മൾ പാനിലോട്ട് ടച്ച് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിൽ തന്നെ ഈ ഒരു സൈഡൊക്കെ നല്ലോണം ഒന്ന് പെട്ടെന്ന് ഒട്ടി കിട്ടും. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ഗ്യാപ്പ് വെക്കാതെ നല്ലോണം പാനിലോട്ട് ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടും. അത് ഒട്ടി കിട്ടുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല. എന്നാലും ഒന്നും കൂടെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ, കുറച്ചും കൂടെ എളുപ്പം. നല്ലോണം അടുപ്പിച്ച് വെക്കുന്നതായിരിക്കും. ഇനി ഇതുപോലെ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം, ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ. നേരത്തെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഈ ഒരു സൈഡ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മെല്ലെ സാവധാനം ഇപ്പുറത്തെ സൈഡിലോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗം കൂടെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കിതുപോലെ സാവധാനം വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. നമ്മളിങ്ങനെ നെയ്യൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാതെ തോന്നും. അപ്പം മെല്ലെ 2 തവി വെച്ചിട്ട് ഇതുപോലെ പൊടിഞ്ഞു പോവാത്ത രീതിയിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ കുറേ നേരം വെക്കേണ്ടതില്ല, ഒരു ഇച്ചിരി നേരം വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്നും മാറ്റാം. ഓൾറെഡി നല്ല ചൂടുള്ള പാനല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കളറായി നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിന്. ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്നും ഒരു പ്ലേറ്റിലോട്ട് മെല്ലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അടുക്ക് പത്തിരിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പഴം കൂടി വരുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. മുട്ട വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ അടുക്ക് പത്തിരി, അതുപോലെ മുട്ട അടുക്ക്, പഴം അടുക്ക് എന്നൊക്കെ പറയാറുണ്ട് ഇതിന്.
അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുതിയാപ്പിള സൽക്കാരങ്ങളിലും അതുപോലെ എല്ലാ ഇതിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു വിഭവം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ തന്നെ സ്പൈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട് ചിക്കൻ മസാലയൊക്കെ വെച്ച്. അത് ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. ഇഫ്താറിനും കൂടി ഉണ്ടാക്കിയെടുക്കാറുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ലെയറൊക്കെ ചെയ്തതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ ഇടയ്ക്കിങ്ങനെ ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് ഈ ഒരു രീതിയിലാണ് ഈ ഒരു വിഭവം. അപ്പോൾ ഇതുപോലെ കഴിക്കാത്തവർ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.